സ്ത്രീകളുടെ എന്തോ ഒരു വലിയ എമാൻസിപ്പേഷൻ ആണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് പൊങ്കാല മഹോത്സവം എന്ന് വരുത്തി തീർത്തതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ അതാത് കാലത്ത് ഭരിച്ച സർക്കാരുകൾക്കും ഒക്കെ ഉള്ള പങ്ക്, പിന്തിരിപ്പനായിട്ടുള്ളൊരു ആചാരത്തെ. ഇതെങ്ങനെയാണ് സ്ത്രീകളുടെ എമാൻസിപ്പേഷൻ ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് എത്ര ലോജിക്കലായിട്ട് ആലോചിച്ചാലും മനസ്സിലാവില്ല. പക്ഷെ നമ്മളിത് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഹിന്ദുത്വവാദികളും അല്ലാത്ത രാഷ്ട്രീയ കക്ഷികളൊക്കെ നിരന്തരം നമുക്ക് നേരെ അറ്റാക്ക് ആയിട്ട് വരും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എവിടെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളുമായിട്ട് ആരാധനാലയങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി മാത്രമാണ് ഈ ഇമാൻസിപ്പേഷൻ. അതാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്ന തരം ഒരു എന്താ പറയാ സ്ത്രീ സ്വാതന്ത്ര്യ മനോഭാവം ഈ പറയുന്ന ഒരു മതവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന സ്ത്രീകളുടെ ഉയർച്ചയോ ഉന്നമനമോ തുല്യതയോ ആഗ്രഹിക്കുന്നില്ല. അത് ഇസ്ലാം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതവും സ്ത്രീകളുടെ തുല്യതയെ അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മുന്നിൽ ആഘോഷത്തിന്റെ വക്താക്കളായിട്ട് ഇവരെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കും. സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞിട്ടാണ് പൊങ്കാല മഹോത്സവത്തിന് മാധ്യമങ്ങളുടെ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഭയങ്കരമായിട്ട് മുമ്പ് ഇവിടെ പണ്ടത്തെ പത്രക്കട്ടിങ്ങളൊക്കെ നമ്മൾ കാണാം, വളരെ കുറച്ച് ആളുകളും അങ്ങനെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ സ്റ്റുഡിയോ തന്നെ അവിടെ സെറ്റ് ചെയ്യാണ്. ഒരു ടെലിവിഷൻ ചാനല് അവരുടെ പവലിയൻ അവിടെ ഉണ്ടാവുകയും അതിന്റെ ചീഫ് എഡിറ്റർ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഇത് കിഴക്ക് വശത്തേക്കോ പടിഞ്ഞാറ് വശത്തേക്കോ ഏതോ ഒരു വശത്തേക്ക് തന്നെ തുളുമ്പിപ്പോണമേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ റിപ്പോർട്ടിംഗ് മാറി എന്നുള്ളത്. പിന്നെ ഒരു റിപ്പോർട്ടർ പുതിയ ചാനലിലേക്ക് വന്നപ്പോ അവര് പറയുന്നത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ മാറ്റം തുടങ്ങാനായി എന്നുള്ളതിൽ അഭിമാനം കൊള്ളുകയാണ് അവര്. അയോധ്യ ക്ഷേത്രം പണിത സമയത്ത് അത് ഇന്ത്യയില് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനെ ആഘോഷിച്ചത് എന്നുള്ളതിനെ വിമർശനാത്മകമായിട്ട് കണ്ട ആൾക്കാരാണ് നമ്മള്. അതിന്റെ സ്റ്റുഡിയോ മുഴുവൻ കാവി കൊടികൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും ആ വേഷവിധാനങ്ങളോടും കൂടി സ്റ്റുഡിയോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റുകളെ ഇതാണോ ജേർണലിസം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതാണോ റിപ്പോർട്ടിംഗ്, ഇതെന്ത് തരം റിപ്പോർട്ടിംഗ് ആണെന്ന് ചോദിച്ച് പരിഹസിച്ചിരുന്ന മലയാള മാധ്യമങ്ങള് ഇപ്പോ പൊങ്കാല ഇട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള കേരളത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ എല്ലാത്തരം പുരോഗമന സംഗതികളെയും ഭയപ്പെടുത്തേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.